പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരികയാണ്. മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി വരികയാണ്. എം.എസ്. ലിഷോയ് ചെയ്യുന്നുണ്ട്. ലിഷോയ്, 4 പോലീസുകാർക്കെതിരെയുള്ള റിപ്പോർട്ട് പുറത്തേക്ക് നമ്മൾ കൊടുത്ത ലിഷോയ് പുറത്തേക്ക് വിട്ട ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ വരുന്ന നടപടി സംബന്ധിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ? തൃശൂർ DIGയുടെ റേഞ്ച് DIGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG രാജ്പാൽ മീണ IPS ആണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് 4 പോലീസുകാർക്ക് നിലവിൽ ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. ഇവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ സുജിത്തിന്റെ പരാതി പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി 4 പോലീസുകാർക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ CPO ആയ ശശിധരൻ, അതുപോലെ തന്നെ വിയ്യൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയ നുഹ്മാൻ, സന്ദീപ് S, അതിനോടൊപ്പം തന്നെ ശശിധരൻ, കൂടാതെ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ആണ് ഈ ശശിധരൻ, സജീവൻ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ്. അങ്ങനെ ഈ 4 പോലീസുകാരെയും നിലവിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് നിലവിൽ ഇറക്കിയിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസുകാർക്ക് എതിരെയുള്ള നടപടികൾ ഇനിയും തുടരും. അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇനി വിശദമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. എന്തായാലും വലിയ ഒരു നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. സർവീസിലുള്ളത് 3 പേരാണ്. ബാക്കി ഒരാൾ എന്ന നിലയിൽ ഇനിയുള്ള മറ്റു സാങ്കേതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസിലുള്ള 4 പേരാണുള്ളത്. അതായത് SI ന്യൂമാൻ, കൂടാതെ CPOമാരായ സന്ദീപ്, സജീവൻ, അതുപോലെ തന്നെ ശശിധരൻ എന്നിങ്ങനെ 4 പേരാണ് നിലവിൽ ഈ ഇപ്പോൾ നിലവിൽ സർവീസിലുള്ളത്. അതല്ലാതെയുള്ള ആളുടെ കാര്യത്തിൽ പോലീസിൽ നിന്ന് അത്തരത്തിൽ നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ല. കാരണം അയാൾ ഇതിനോടകം തന്നെ ഈ സർവീസ് മാറി റവന്യൂ സർവീസിലേക്ക് മാറിയിട്ടുണ്ട്. അതിനോട് റവന്യൂ വിഭാഗത്തിലേക്ക്, വകുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെയുള്ള നടപടി ഇതിൽ പറയുന്നില്ല. പക്ഷേ ഈ 4 പോലീസുകാർക്കെതിരെ നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ പോലീസിന്റെ വകുപ്പ് തല നടപടിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഔദ്യോഗികമായ ഉത്തരവ് വരുമ്പോൾ എന്താണ് അതിനകത്ത് മറ്റ് പരാമർശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ സസ്പെൻഷനിലേക്ക് പോവുകയാണ്. കടുത്ത നടപടി, തുടർ നടപടികൾ അങ്ങനെയൊക്കെയുള്ള കാരണം ഈ ഇരയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയൊക്കെയുള്ള ആവശ്യം മാത്രമല്ല, നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെ വന്നിരിക്കുന്ന ഒരുപാട് ഈ വലിയ ഞെട്ടലുളവാക്കിയ ദൃശ്യങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ചൊരു സസ്പെൻഷനിൽ മാത്രം നിൽക്കുകയാണോ, അതല്ല കൂടുതൽ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ, അങ്ങനെയൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതായത് ഇതിപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരും അവരുടെ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അതായത് ഈ സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിക്കുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ട് ഇവരെ അന്വേഷണത്തിന്റെ ഭാഗമായി അതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഇനി തുടർന്നും ന്യൂമാനെതിരെയും സന്ദീപിനെതിരെയും അതുപോലെ തന്നെ ശശിധരനെതിരെയും സജീവനെതിരെയും ഈ 4 പോലീസുകാർക്കെതിരെയും തുടർന്നും അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവിന്റെ അതായത് ഈ ഇനിയുള്ള അന്വേഷണം അത് അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ വകുപ്പ് തലത്തിൽ കൂടുതൽ നടപടികൾ എന്തായാലും ഉണ്ടാകും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയത്തിൽ സുജിത്ത് ആവശ്യപ്പെടുന്നത് ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ്. ഇവർ ഈ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ കുറ്റക്കാരാണെന്ന് തെളിവുകൾ ഉള്ള സാഹചര്യത്തിലാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അന്വേഷണം പൂർത്തിയാക്കി ഇവർ കുറ്റക്കാരാണെന്ന് കൃത്യമായ റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ഇവർക്കെതിരെ കൂടുതൽ നമുക്കറിയാം ഇത്തരം കേസുകളിൽ വരുന്ന നടപടി എന്ന് പറഞ്ഞാൽ സസ്പെൻഷനാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് കേരളം ഞെട്ടിത്തെറിച്ച ഒരു ദൃശ്യത്തിന്മേലുള്ള ഒരു നടപടി വെറും ഒരു സസ്പെൻഷൻ മാത്രം ഒതുക്കുന്നു എന്ന നിലയിലേക്ക് പോകുമോ? കാരണം ഈ ഇരയ്ക്ക് നീതി കിട്ടണം. യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചോളം അദ്ദേഹം സുജിത്ത് അനുഭവിച്ച ഈ ഒരുപാട്
പീഡനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള നടപടിയെ ലഘൂകരിക്കപ്പെടുകയാണോ നടപടി സസ്പെൻഷൻ? അതായത് ഇനിയും കൂടുതൽ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് നേരത്തെ IG തൃശൂർ റേഞ്ച് DIG നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇവർക്ക് കൃത്യമായി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം അത് തുടർന്നും നടക്കും. ആ തുടർന്നുള്ള അന്വേഷണത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അതായത് ശക്തമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ റേഞ്ച് DIGയുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതല്ലാതെ അതിന്റെ ഒരു ഈ നടപടിക്രമങ്ങളുടെ ഒരു തുടക്കം എന്നോണമാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ സസ്പെൻഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്, സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇനി കൂടുതലായി വകുപ്പ് തലത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ക്രിമിനൽ കേസ് ഇവർക്കെതിരെ ചാർജ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ആ തലത്തിലേക്ക് കൂടി പോലീസിന്റെ നടപടികൾ എന്തായാലും നീങ്ങും. എന്തായാലും പോലീസ് കോടതിയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അക്കാര്യത്തിൽ വേഗത ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഒപ്പം ഈ നടപടി നേരത്തെ തന്നെ ഈ നടപടി വരേണ്ടതാണ്, പക്ഷെ അത് വൈകിപ്പോയി. നമ്മൾ പുറത്തുവിട്ട വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ സസ്പെൻഷൻ വരുന്നത്. കേരളം ചർച്ച ചെയ്തൊരു വാർത്തയാണ്. അപ്പോൾ ഇനിയുള്ള മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ് തുടർന്ന് സർക്കാരിന്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സാഹചര്യത്തിൽ തൃശൂർ റേഞ്ച് DIGക്ക് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനായി കഴിയുക. ഇനി ഈ നിലവിലത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പോലീസുകാർക്കെതിരെയൊക്കെ തന്നെ സുജിത്ത് നൽകിയ സ്വകാര്യ അന്യായത്തിന്റെ ഭാഗമായി ഈ 4 പേർക്കെതിരെയും കുന്നംകുളം കോടതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കുന്നംകുളം കോടതി കേസെടുത്ത് കോടതി തന്നെയാണ് ഈ മാസ്റ്ററൊക്കെ തയ്യാറാക്കി ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്.